നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി അബൌട്ട് ദ വേരിയേഷൻസിനെ പറ്റിയിട്ടുള്ളൊരു സ്റ്റഡിയാണ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ആവറേജ് മാത്രമല്ല ഇമ്പോർട്ടൻ്റ്. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയാണ്. അതായത് സെൻട്രലിൽ വരുന്ന ഡാറ്റ എന്താണ്, അതാണല്ലോ ആവറേജ്. പക്ഷേ ആവറേജ് മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല, വേറൊരാളും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. ഈ ഓരോ ഡാറ്റാസും എത്രത്തോളം വേരിയേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയും ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. എ ആൻഡ് ബി ഇങ്ങനെ രണ്ട് സ്റ്റുഡൻസ് ഉണ്ട്. ഒരു എക്സാമ്പിളാണ്. എ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിന് കുറേ ടെസ്റ്റുകളിൽ കിട്ടിയ മാർക്കുകൾ എഴുതാണ്. 24, 26, 25, 25, 26, 24 ഒരു എക്സാമ്പിളായിട്ട് കരുതിയാൽ മതി. ബിക്ക് കിട്ടിയ മാർക്ക് 0, 25, 50, 25, 0, 50 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഇതിൽ ആരാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ആവറേജ് മാർക്ക് നോക്കിയിട്ട് ആർക്കാണ് ആവറേജ് മാർക്ക് കൂടുതലുള്ളത് ആ സ്റ്റുഡൻ്റാണ് ബെറ്റർ എന്നായിരിക്കും നിങ്ങൾ കരുതുക. പക്ഷെ അത് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ നോക്കിയാൽ ഇപ്പോഴത്തെ ചിലപ്പോൾ ആവറേജ് നോക്കുമ്പോൾ ചിലപ്പോൾ രണ്ടുപേർക്കും ഈക്വൽ ആയിരിക്കാം. മേ ബി എ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ ആവറേജ് മാർക്ക് 25ഉം ബി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെയും ആവറേജ് മാർക്ക് ചിലപ്പോൾ 25 ആയിരിക്കാം. അപ്പോൾ ആരാണ് ബെറ്റർ എന്ന് എങ്ങനെ പറയാൻ പറ്റുക? അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ബി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് നോക്കിയേ, മാർക്ക് കിട്ടിയ മാർക്കിന് നല്ല വേരിയേഷൻ വന്നിട്ടുണ്ട്. ചില ടെസ്റ്റുകളിൽ 0 കിട്ടി, ചില ടെസ്റ്റുകളിൽ 50 കിട്ടി. ഒരു പ്രെഡിക്റ്റബിലിറ്റി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത എക്സാം നടത്തുമ്പോൾ 0 ആണോ 50 ആണോ ഏതാണ് കിട്ടണതെന്ന് യാതൊരു ഐഡിയ ഇല്ലാത്ത ഒരു അവസ്ഥ അല്ലേ. പക്ഷേ എക്ക് അങ്ങനെയല്ല, ഏകദേശം ഒരേ റേഞ്ചിലാണ് കിട്ടുന്നത് മാർക്ക് മുഴുവനും. ഒരു 25, 26 ആ റേഞ്ചിലാണ് വരുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വരുത്തുന്നത് എ ആണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ്. ബിക്ക് ഒരു പ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്തൊരു പെർഫോമൻസ് ആണ്. അപ്പോൾ എ ആണ് കുറേയും കൂടി ബെറ്റർ. കാരണം നമുക്ക് എ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് ഏത് ലെവലിലാണെന്നൊരു കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലേ എ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ്. പക്ഷേ ബി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് ഒരു പ്രഡിക്റ്റബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഏത് രീതിയിലാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേരിയേഷൻ കുറവാണ്. എ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ മാർക്കിൻ്റെ വേരിയേഷൻ വളരെ കുറവാണ്. കണ്ടില്ലേ, വളരെ അടുത്തടുത്താണ് മാർക്ക്. പക്ഷേ ബി എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റിന് മാർക്ക് നല്ല വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആവറേജ് മാത്രമല്ല വേരിയേഷനും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ. അപ്പോൾ നമ്മൾ വേരിയേഷൻസിൽ ആദ്യം പഠിക്കുന്ന കാര്യമാണ് റേഞ്ച്. റേഞ്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റേഞ്ച് പല രീതിയിൽ നമുക്ക് വേരിയേഷൻസുകൾ കാണാൻ പറ്റും. അതിൽ ഒരു ടെക്നിക്കാണ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞുതരാം. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് വാല്യൂ, ഹയസ്റ്റ് നമ്പർ മൈനസ് സ്മോളസ്റ്റ് നമ്പർ, ഇതിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ബൈ ഹാർട്ട് ആയിരിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് നമ്പർ മൈനസ് സ്മോളസ്റ്റ് നമ്പർ. അപ്പോൾ എയുടെ റേഞ്ച് എന്താണ്? റേഞ്ച് ഓഫ് എ എന്തായിരിക്കും? എയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എയുടെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 26 ആണ്. എയുടെ സ്മോളസ്റ്റ് നമ്പർ ഏതാണ്? 24 ആണ്. അപ്പോൾ എയുടെ റേഞ്ച് 2 ആണ്. അതേസമയം റേഞ്ച് ഓഫ് ബിയുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്ക് കിട്ടിയ മാർക്കിൽ ഹയസ്റ്റ് മാർക്ക് 50 ആണ്. സ്മോളസ്റ്റ് 0 ആണ്, 50. ഇപ്പോൾ റേഞ്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം അല്ലേ. ഇപ്പോൾ വേരിയേഷൻ കൂടുതലുള്ള ആൾ ബി ആണെന്ന് പറയാൻ പറ്റും. കാരണം അവിടെ റേഞ്ച് കൂടുതലാണ്, 50 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ റേഞ്ച് ആണ് ഒരു ടെക്നിക്ക്. ഡിസ്പേർഷനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് റേഞ്ച്. അപ്പോൾ മോർ റേഞ്ച് മീൻസ് മോർ വേരിയേഷൻസ് അല്ലേ. ലെസ് റേഞ്ച് മീൻസ് ലെസ് വേരിയേഷൻ എന്നൊരു ഐഡിയ കിട്ടും അല്ലേ.